പ്രൈസ് ദി ലോർഡ്. ഈ മഴയുടെ സീസൺ തുടങ്ങുമ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം കയറി വരുന്നത് പോലെ ക്രിസ്മസ് സീസൺ വരുന്ന സമയത്ത് ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ മീഡിയ വഴി ക്രിസ്മസ് ആഘോഷിക്കണോ, ഇത് ജാതീയ ഒരാചാരമല്ലേ, ഇത് ആഘോഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധനം കയറുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലർക്കുണ്ട്. എന്നോടത് പലരും ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങൾ മുന്നിലെത്തുന്നത്. അപ്പോൾ അവരുടെ യഥാർത്ഥ ചോദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഇത് ഒരു പ്രത്യേക ക്രിസ്തീയ ഡിനോമിനേഷന് മാത്രം ചേർന്നാലേ നമുക്ക് ഇതിലെന്താണ് കാര്യം? ആ ദിവസങ്ങളിൽ ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഇത് ചെയ്യരുത് എന്ന് പലരോട് ഉപദേശിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയുന്നത് ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമുക്കൊരു ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. കാരണം ചോദിക്കുന്ന ചോദ്യമൊക്കെ ലോജിക്കാണ്. കാരണം ഡിസംബറിലാണോ യേശു കർത്താവ് ജനിച്ചത്? അത് പ്രത്യേകിച്ച് ഈ ഡിസംബർ 25 അത് നമുക്കറിയാം 300-ലധികം പ്രവചനങ്ങൾ യേശു കർത്താവ് വരുന്നതിൻ്റെ മുമ്പേ തന്നെ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഈ ഡിസംബറിലാണ് വരുന്നതെന്നും 25-നാണ് ജനിക്കുന്നതെന്നും എവിടെ എഴുതിയിട്ടില്ല. അതൊരു സത്യമാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യേശുവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഏർലി ക്രിസ്ത്യൻസ് പിന്നെ ആരും യേശു കർത്താവിൻ്റെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതൊക്കെ എവിടുന്ന് വന്നു? ഇത് ബാബിലോണിൽ നിന്ന് വന്നതാണോ? ഇത് പാലസ്തീനിൽ നിന്ന് വന്നതാണോ? ഇത് ജാതികളുടെ ഒരു ഉത്സവമല്ലേ? അതാണൊരു ചോദ്യം. പിന്നെ അതുകൂടാതെ ഈ ഒക്ടോബർ 31 ഹാലോവീൻ എല്ലാവരും ലോകത്തിൽ ഇപ്പം അത് വലിയൊരു പ്രചാരം പിടിച്ചിരിക്കുന്നൊരു സെലിബ്രേഷനാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതിന് വലിയൊരു സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അപകടം പിടിച്ചൊരു പോക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഹാലോവീൻ നിങ്ങൾ ഒരിക്കലും സെലിബ്രേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ സാത്താൻ സഭക്കാർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്ത്യാനികളെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. കാരണം ചിലവരിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഹാലോവീനും ക്രിസ്മസും ഒരുപോലെ കാണരുത്. കാരണം ഹാലോവീൻ വേണ്ടെന്ന് പറയുന്നു, പിന്നെ എങ്ങനെയാണ് ബിഷപ്പ് ക്രിസ്മസ് വേണമെന്ന് പറയുന്നതെന്ന് ചോദിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണ്? ഹാലോവീൻ എന്ന് പറയുന്നത്, ഹാലോവീൻ മരണത്തെ അവിടുത്തെ നിങ്ങൾ നോക്കിക്കോണം. അവൻ്റെ കോസ്റ്റ്യൂംസൊക്കെ എങ്ങനത്തെ കോസ്റ്റ്യൂംസാണ് ഉപയോഗിക്കുന്നത്? ഭയപ്പെടുത്തുന്നതല്ലേ. അപ്പോൾ ഭയത്തെയും പൈശാചികതയാണത് കാണിക്കുന്നത് അല്ലേ. സ്കെൽറ്റനും പേടിപ്പിടിക്കുന്ന പിശാചിൻ്റെ രൂപങ്ങളൊക്കെ എടുത്തിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത് ഡെത്ത്, ഫിയർ, ഡാർക്ക്നെസ്, ഈ 3 കാര്യത്തെയാണ് ഹാലോവീൻ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്രിസ്മസ് ഒരിക്കലും അതല്ല. ക്രിസ്മസ് വെളിച്ചമാണ്. വെളിച്ചത്തെ അല്ലേ. എല്ലാവരുടെ ഇരുട്ടിലിരുന്നിട്ട് മത്തൻ തുളച്ചിട്ട് അതിൻ്റെ അകത്ത് സീഡുകളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെയാണ്. അത് ആഘോഷിക്കുന്നവരായാലും ശരി അല്ലെങ്കിൽ ശരി. ഞാനിപ്പോഴും ചിന്തിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു റിപ്പോർട്ട് വായിച്ചത് ലോകത്തിലെ പകുതി ജനത ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നവരെല്ലാവരും ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് ഇതിൻ്റെ ഒറിജിനോ ഇല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ രാജ്യത്ത് നിന്ന് വരുമ്പോൾ ഫ്ലൈറ്റ് മൊത്തം അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഏകദേശം $800 ബില്യൺ ഗിഫ്റ്റുകൾക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്നതെന്നാണ് ഈ സീസണിൽ ഗിഫ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സംശയം, പ്രിയ സംശയമാണ്, ബെല്ലിനെ സംശയമാണ്, ബോൾ സംശയമാണ്, സാന്റാക്ലോസ് സംശയമാണ്, അതുപോലെ തന്നെ കാറ് സംശയമാണ്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നാണ് ഇതിൻ്റെ ചോദ്യം. ഞാൻ അതിന് ആദ്യത്തെ ഒരു മറുപടി പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് യേശു കർത്താവാണ് അല്ലേ. യേശു കർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ ഇരുട്ടിലുള്ള ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇത് വെളിച്ചത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യേശുവിനെ ഉയർത്താൻ എവിടെ ഒരു ചാൻസ് കിട്ടുന്നോ അത് ഉയർത്തുക. ഇതിലെല്ലാം ഏഷ്യ എന്ന് പറയുന്നത് ആരംഭത്തിൽ ഇങ്ങനെയൊന്നല്ലായിരുന്നു. ഇപ്പോൾ വന്നത് പക്ക കൊമേഴ്ഷ്യലൈസ്ഡ് ആയി. കാരണം ഇതിനെ ഹൈജാക്ക് ചെയ്തു. അത് സത്യമാണ്. കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ ഇൻറ്റൻഷനാണ് നോക്കുന്നത്. ഒരുപാട് പേര് കള്ള് കുടിക്കാനത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലിക്കർ ചിലവാക്കുന്നത് അല്ലേ. ബീവറേജ് കോർപ്പറേഷൻ ഇപ്പോഴേ നിൽക്കാൻ സ്ഥലം ഒരുക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കള്ള് വിൽക്കുന്നത് മോസ്റ്റ്ലി ആ ദിവസമായിരിക്കുന്നതിന് യാതൊരു സംശയവുമില്ല. അത് എൻ്റെ വിഷയമല്ല, നിങ്ങളുടെയും വിഷയമല്ല. അത് കുടിയന്മാർക്ക് അവരുടെ ലക്ഷ്യം ഈ ഒരു ക്രിസ്മസ് സമയത്ത് കള്ളുപിടിച്ച് അതിനെ ആഘോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ
അത് കൊമേഴ്ഷ്യലൈസ്ഡ് ആയി പലരും ഇത് അവരുടെ പ്രോഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ, ഓഫറുകളും അതും ഇതും ബിസിനസ് ഇതിലേക്ക് അങ്ങ് മാറി. അതൊരു ഭാഗത്തുണ്ടാകട്ടെ. അത് ഏതൊരു കാര്യത്തിനും ഇതിന് ഒരു സംഗതി വരുമ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഈ ദശയുള്ളിടത്ത് കത്തി വയ്ക്കുക പറഞ്ഞ പോലെ അവർക്ക് പ്രയോജനമുള്ളിടത്ത് അവരത് ചെയ്യും. അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് രണ്ടുപേരോട് പറയാനോ അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെയാണ് യേശു കർത്താവ് ജനിച്ചതെന്ന് പറയാൻ നമുക്കൊരു ചാൻസ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്കൊരു കേക്കൊക്കെ എടുത്തിട്ട് ഇച്ചിരി കാശ് ചിലവാണ്, എന്നാലും ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കേക്ക് എടുത്തിട്ട് അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവരോടൊരു സന്തോഷം പുതുക്കുന്നതും യേശു കർത്താവ് ജനിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് യേശു കർത്താവിനെ കുറിച്ച് കേൾക്കാനുള്ളൊരു ചാൻസ് എങ്കിലും അവർക്ക് കിട്ടുമല്ലോ. അവർ നശിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഡിസംബർ 25 എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതം കോൺസ്റ്റന്റൈൻ്റെ കാലത്ത്, എംപററിൻ്റെ കാലത്ത് 4ാമത്തെ സെഞ്ച്വറിയിലാണ് ക്രിസ്തീയ മതം എസ്റ്റാബ്ലിഷ് ആകുന്നത്. ആ എസ്റ്റാബ്ലിഷ് ആകുന്ന സമയത്ത് ഒരുപാട് റോമൻ മതാചാരങ്ങളും അവരുടെ ദേവന്മാർക്കുള്ള പൂജയും അതുപോലെ പൂജ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ഉത്സവങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ സമയത്താണ് ഒരു കൗണ്ടർ ആക്ട് പോലെ യേശു കർത്താവിൻ്റെ ദൈവീകത്വത്തെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അന്നത്തെ ക്രിസ്ത്യൻസിന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ഇവരുടെ മഹത്വം മുഴുവനും സൂര്യനും അല്ലെങ്കിൽ സാറ്റർനോലിയ എന്ന് പറയുന്ന ശനിയെ ഓണർ ചെയ്യുന്ന ഒരു ദിവസം. അത് ഡിസംബർ 17 മുതൽ ഡിസംബർ 25 വരെ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ്. അതുകൂടാതെ നിമ്രോദിൻ്റെ മകനായിരിക്കുന്ന തമ്മൂസ് ദേവൻ, സൺ ഗോഡ്, സൂര്യനെ ആരാധിക്കുന്നത് അത് ഡിസംബർ 25-നാണ്. അത് മാത്രമല്ല, ഇത് കൂടാതെ പല ഉത്സവങ്ങളും ഈ ഡിസംബർ 25-നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പം പറയുന്നത് അതേ ഉത്സവം തന്നെയാണ്, ആ സെലിബ്രേഷനാണ്, പാഗൻ സെലിബ്രേഷനാണ് പിന്നീടത്തിൽ ക്രിസ്തുമസ് ആയത് എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അങ്ങനെയല്ല ക്രിസ്തുമസ് വന്നത്. കാരണം അവർ ഈ സൂര്യനും മറ്റുള്ള ദേവന്മാർക്കും ഒക്കെ മഹത്വം കൊടുക്കുമ്പോൾ മാനവരാശിയുടെ രക്ഷയ്ക്കായി വന്നിരിക്കുന്ന യേശു കർത്താവാണെന്നുള്ള അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അതേ ദിവസത്തിൽ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ടായത്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് ജാതികൾ ഉപയോഗിച്ചിരുന്ന ഡെക്കറേഷൻ ഉപയോഗിച്ചിരുന്ന സകല കാര്യങ്ങളും ഇവരത് എടുത്തു എന്നുള്ളത് സത്യമാണ്. അതിന് കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഈ ബോള്, ഈ ബെല്ല്, അതുപോലെ തന്നെ മരം, ഈ ട്രീ ഒക്കെ വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് വരുന്നത് എനിക്ക് തോന്നുന്നു 19th സെഞ്ച്വറിയിലാണ് ഈ ട്രീ ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ മുമ്പേ ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങൾ, ഡെക്കറേഷൻ്റെ പല കാര്യങ്ങളും ഈ ജാതികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ജാതികൾ പലതും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ പറ്റും. എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ജാതികൾ വീട് വയ്ക്കുന്നു, അതുകൊണ്ട് ജാതികൾ ബ്രെഡ് കഴിക്കുന്നു, പാഗനിസമാണത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലേ, ബ്രെഡ് വാങ്ങിക്കാൻ പറ്റത്തില്ലേ? അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസം വരുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുമസിൻ്റെ ദിവസം അതൊരു പാഗൻ ദിവസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സൺഡേ സൂര്യഭഗവാന്റെ പേരിലാണ് ഈ സൺഡേ വന്നിരിക്കുന്നത്. നമ്മളെ ചർച്ചകളെല്ലാം കൂടുന്നത് സൺഡേ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അത് പാഗനിസം ആകില്ലേ? ഇനി പോകട്ടെ, മൺഡേയോ, ട്യൂസ്ഡേയോ, വെനസ്ഡേ വുഡ് ഗോഡാണ്. വുഡ് ഗോഡ് മരത്തിൻ്റെ ദൈവമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു സിനിമ വരുന്നുണ്ട്, ഗോഡ് ഓഫ് തോർ. അത് വ്യാഴാഴ്ചയാണ്, തോർ. ആ തോർ ദൈവത്തിൻ്റെ പേരിലാണ് വ്യാഴാഴ്ച വരുന്നത്. ശനിദേവൻ, ഗോഡ് ഓഫ് സാറ്റർഡേ, അതാണ് സാറ്റർനോലിയ, ഗോഡസ് ആണ്. അത് ശനിയാഴ്ച. അങ്ങനെയാണ് നമുക്ക് ശനിയാഴ്ച നമുക്ക് എല്ലാവർക്കും കൂടെ സാറ്റർനോലിയക്ക് പോകുന്നതാണോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒറിജിൻ എന്താണെന്ന് നോക്കിയിട്ടൊന്നുമല്ല എടുക്കുന്നത്. അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ. ഇതെല്ലാം പാഗനിസം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈക്കി ഒരു ഗ്രീക്ക് ദേവനാണ്. നൈക്കിയുടെ ഷൂസും നൈക്കിയുടെ ബാഗും നൈക്കിയുടെ ഡ്രസ്സും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇനി ഇത് കൂടാതെ നമ്മൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മൾ വെഡ്ഡിങ് റിംഗ് ഇടുന്നു. ഇത് ഏത് ബേസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ബൈബിൾ നമ്മളോട് സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ബൈബിൾ ഇതിനെക്കുറിച്ച് പറയാത്തതുകൊണ്ട് നമ്മൾ ചെയ്യരുത്. ബൈബിൾ അത് ചെയ്യരുതെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തൊക്കെയാണ് ചെയ്യരുതെന്ന്. ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളും ഉണ്ട്. ഓഫ് കോഴ്സ് ഒരിക്കലും ബൈബിൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇത് തെറ്റാണ്, ഇത് പാഗനിസം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസാക്ഷിക്ക് വിട്ടുകൊടുത്തിട്ട് നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുക, ഒരു ആർഗ്യുമെൻറ്റിന് പോകാതെ. പക്ഷേ പലരൊക്കെ ഇത് സന്തോഷം പങ്കിടുമ്പോൾ നമ്മൾ അവർക്കൊരു തടസ്സമായി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഏർലി ക്രിസ്ത്യൻസ് സെലിബ്രേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, ഈ പഴയ ക്രിസ്തീയ ആ കാലത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ജനനത്തെ അല്ല, മരണത്തിനായിരുന്നു. കാരണം അതുകൊണ്ടാണ് ബൈബിളിലെ ജനന ദിവസത്തേക്കാൾ ഉത്തമം മരണ ദിവസമല്ല. കാരണം അന്നത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ട് യേശു കർത്താവിൻ്റെ മരണം, യേശു കർത്താവ് തന്നെ പറഞ്ഞല്ലോ എൻ്റെ മരണത്തെ ഓർക്കുക. യേശു കർത്താവ് ജനനത്തെ ഓർക്കാനല്ല പറഞ്ഞത്, എൻ്റെ മരണത്തെ ഓർക്കുവാൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മരണ ദിവസത്തെയാണ് കൂടുതൽ അന്ന്
അന്നത്തെ കാലത്ത് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തീയ സഭയൊക്കെ 4-ാമത്തെ നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം യേശു കർത്താവാണ് ലൈറ്റ് ഓഫ് ദ വേൾഡ്, അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നു. യോഹന്നാൻ സുവിശേഷം 1:14 അതൊക്കെ എടുത്തിട്ട് അവർ വചനം ജഡമായി തീർന്നു. അപ്പം മഹത്വം ആർക്ക് കൊടുക്കണം? യേശു കർത്താവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ സെലിബ്രേഷൻ്റെ ആരംഭം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അത് വന്ന് കൊമേഴ്ഷ്യലൈസ്ഡ് ആയി കാണാം. ഇത് കള്ളു കുടിക്കാൻ ഉപയോഗിച്ചിരിക്കാം, ടൂർ പോകാൻ ഉപയോഗിച്ചിരിക്കാം. അത് നിവൃത്തിയില്ല. അത് ഏതൊരു കാര്യത്തിനും അങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഈ ബെല്ല് എന്തിനാ? അപ്പോൾ ആദ്യമൊന്നും ഞാനും ചിന്തിച്ചില്ല. നമ്മൾ കുറേ ഡെക്കറേഷൻ്റെ ഭാഗങ്ങൾ, ഓരോരോ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ പറഞ്ഞതൊരു ഡെക്കറേഷൻ്റെ ഭാഗമായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അല്ല, ആ ബെല്ല് ഒരു അനൗൺസ്മെൻ്റ് ആണ്. അത് ഗുഡ് ന്യൂസിനെ അനൗൺസ് ചെയ്യുന്നതാണ് ഈ ബെല്ലിനെ കാണിക്കുന്നത്. അതുപോലെ ബോൾ, അതുപോലെ പച്ചപ്പ്, പിന്നെ മൊത്തം ലൈറ്റ്. ഈ ലൈറ്റിനെ കാണിക്കുന്ന യേശു കർത്താവാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് കാണിക്കാനാണ്. മൊത്തം ലൈറ്റാണ്. സ്റ്റാർ നിങ്ങൾക്ക് 100% അറിയാം. ധ്വാൻമാർക്ക് വഴികാട്ടിയായിട്ട് വന്നത് നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ കാണിക്കുന്നതാണ് ഇപ്പോൾ സ്റ്റാർ തൂക്കിയിടുന്നത്. ഇതിൽ വലിയ അർത്ഥമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ അർത്ഥമൊന്നും കാണത്തില്ല. എന്തർത്ഥത്തിലുള്ളത്? നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. എന്ന് വന്നു എന്നുള്ളതല്ല. അപ്പം ഞാനൊരു ഡേറ്റിനേക്കാൾ കൂടുതൽ ഇതൊരു ഈവൻ്റായിട്ട് നമുക്ക് യേശു കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അതുകൂടാതെ എന്തിനാണ് പൈൻ ട്രീ? അപ്പോൾ പൈൻ ട്രീ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. പൈൻ ട്രീ എന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, അന്ന് ആ സമയങ്ങളൊക്കെ തണുപ്പുള്ള ആ സമയത്ത് മഞ്ഞിൽ, ഇപ്പോൾ കാനഡ പോലുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വെയിലായാലും ശരി ഏത് സീസണിലും നിന്ന് ഒരു പ്രയാസമില്ലാതെ നിൽക്കുന്ന മരങ്ങളെയാണ് ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ ചിന്തിച്ചിരിക്കുന്നതിന് എന്തോ ഒരു പവറുണ്ട്, ഇതിനൊരു ഫോഴ്സ് ഉണ്ട്. അത് മരണത്തെ അതിജീവിച്ച് ജീവനിലേക്ക് കടക്കാൻ സഹായിക്കുന്നതാണ് ഈ മരം എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ അന്ന് ക്രിസ്ത്യാനികൾ ഈ മരം വയ്ക്കാനുള്ള ഒരൊറ്റ കാരണം, ഇത് നിത്യജീവൻ്റെ അടയാളമായിട്ട് ഇതൊരു ഗ്രീനറി ആക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ ഒരു മരത്തെ കൊണ്ടുവന്നു, പൈൻ ട്രീയെ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിത് ഐതിഹ്യമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശാപം കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട്, യിരെമ്യാവ് എഴുതിയിട്ടുണ്ട്, യെശയ്യാവ് എഴുതിയിട്ടുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് ഒരു മരത്തെ വെട്ടിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കരുതെന്നല്ല. ഒരു മരത്തെ നിങ്ങൾ വെട്ടിയിട്ട് അതിനൊരു ഷേപ്പ് കൊടുത്തിട്ട് അതിനെ ദൈവമായിട്ട് കണ്ടിട്ട് അതിൻ്റെ മുന്നിൽ വണങ്ങുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നല്ലേ. ഞാൻ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ ആരും മുട്ടുമടക്കുന്നതോ നമസ്കരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ കാണാവൂ. നമ്മൾ കൂടുതൽ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറങ്ങി അങ്ങനെ ചിന്തിക്കേണ്ട. ചിലർക്ക് ചിന്തിക്കുന്നത് ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബന്ധനം വരും. ഇതുകൊണ്ടൊന്നും ഒരിക്കലും ബന്ധനം വരത്തില്ല. കാരണം ബന്ധനം വരണമെങ്കിൽ കർക്കിടകത്തിൽ വീട് വയ്ക്കാത്ത ആൾക്കാരെ എനിക്കറിയാം. കർക്കിടകം നല്ല മാസമല്ലെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളെ എനിക്കറിയാം. നല്ല ദിവസങ്ങൾ നോക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. കമ്പ്യൂട്ടർ ജാതകത്തിൻ്റെ പിറകെ പോകുന്ന വിശ്വാസികളെ നമുക്കറിയാം. വീടിൻ്റെ ഡെഡിക്കേഷന് പാല് കാച്ചുന്നത്, ഇതൊക്കെ ഏത് സ്ക്രിപ്ചറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ തന്നെ അവരുടെ ബിഷപ്പിൻ്റെ 33ാമത്തെ വെഡിങ് ആനിവേഴ്സറി ചർച്ച് സെലിബ്രേറ്റ് ചെയ്തു. വളരെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിന് വാക്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും? അതൊക്കെ എവിടുന്ന് വന്നതാണ്? അതുപോലെ തന്നെ നമ്മൾ ചൈൽഡ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ചിൽ നടത്തുന്നു. ഇതിന് വാക്യമുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ വെഡിങ് റിങ്ങിന് ഇതിന് വാക്യമില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഗിഫ്റ്റ് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും, പക്ഷേ യഥാർത്ഥ ഗിഫ്റ്റ് യേശുവാണ്. രണ്ടാമത്തെ ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കൊച്ചിന് ഗിഫ്റ്റ് വരുമ്പോൾ അത് ആ കൊച്ചിൻ്റെ പേരിലല്ലേ വരുന്നത്. അപ്പം അങ്ങനെയാണ് യേശുവിനാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഇത് യേശുവിനല്ലല്ലോ കൊടുക്കുന്നത്. നമ്മൾ തമ്മിൽ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് യേശുവിൻ്റെ പേരിലെന്ന് മാത്രം. യേശുവിന് ഇതൊന്നും കിട്ടുന്നില്ല. യേശുവിന് ഇത് ഇഫക്റ്റീവ് ആകണമെങ്കിൽ, കർത്താവിന് ഇത് ഇഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മുടെ ക്രിസ്മസിൽ ക്രൈസ്റ്റ് ഉണ്ടാകണം. അത് പറയാനുള്ളൊരു കാരണം, ലോകത്തിൽ ക്രൈസ്റ്റിനെ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് ഈ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതൊരു സീസണൽ ഗ്രീറ്റിങ്സ് ആയിട്ടും അല്ലെങ്കിൽ എക്സ്മാസ് ആയിട്ടും ഹോളിഡേ ഇവൻ്റായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതൊന്നൊക്കെ ഇതിനധികം അമേരിക്ക, ക്രിസ്ത്യൻ രാജ്യങ്ങളായിരിക്കുന്ന അമേരിക്ക, കാനഡ, UK, അവർ വരെ ഈവൻ ഈ സ്റ്റാർ അതില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇതൊക്കെ മാറ്റി. കാരണം ഇവർക്ക് ഇതൊരു വിഷയം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, വികസിത രാജ്യങ്ങൾ നിങ്ങൾ അറിയുന്ന പോലെ തന്നെ ക്രിസ്ത്യാനി എന്ന് പറയാൻ അഭിമാനമല്ല, പലർക്കും ഒരു അപമാനം പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് നോ റിലീജിയനിലേക്ക് ജനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് UK നോ റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ
ക്രിസ്തുവിനെ മാറ്റുക എന്നുള്ളൊരു ഐഡിയോളജി കുറേ പേര് അതിനെ പോപ്പുലറാക്കി അതിന് വലിയ പ്രൊപ്പഗൻഡ കൊടുത്ത് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങളറിയണം. അപ്പോൾ എന്തിനാണ് ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവർക്ക് എന്താണ് ദോഷം, എന്തിനാണ് ക്രിസ്തുവിനെ മാറ്റുന്നത്, എന്തിനാണ് യേശുവിനെ മാറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് യേശു കർത്താവ് വന്ന് ലോകത്തിലേക്ക് വന്നത് ഞാൻ വിശ്വസിക്കേണ്ടി വരും. രണ്ടാമത്, ന്യായവിധിയെക്കുറിച്ച് ഞാൻ കേൾക്കും. 3, രക്ഷിക്കാൻ വേറൊരു നാമം പോലും ലോകത്തിൽ ഇല്ല എന്നുള്ള സത്യം ഞാൻ അറിയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ആവും, എനിക്കൊരു ഭയമാകും, ഞാൻ എന്നൊരു ഒരു കുറ്റബോധം കാണും, കാരണം ഞാൻ അംഗീകരിക്കാത്തതുകൊണ്ട്. അങ്ങനെ പലർക്കും അത് ഉണ്ടാകാം, അതായിരിക്കാം ചിലപ്പോൾ ഒരു റീസൺ. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം, സാത്താനും കുറേ അജണ്ടകൾ ഇതിൻ്റെ പിറകിലില്ലേ. ക്രിസ്തുവിൽ നിന്ന് എങ്ങനെയെങ്കിലും ജനത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത്, നല്ലൊരു സീസൺ കിട്ടുന്ന സമയത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. 10 പേര് യേശു കർത്താവിനെ കുറിച്ച് കേൾക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2-3 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. ഒന്ന്, റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ, ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുത്തൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു, ഓരോരുത്തൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. പൗലോസ് പറയുകയാണേ. എന്നിട്ട് പറഞ്ഞു, ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ഇത് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നല്ല കാര്യം, അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സെലിബ്രേറ്റ് ചെയ്താലും അതിലും നല്ല കാര്യം. അത് അവനവൻ, അതുകൊണ്ടാണ് പറഞ്ഞു, ഒരുത്തൻ തിന്നാതെ ദൈവത്തെ സ്തുതിക്കുന്നു, വേറൊരുത്തൻ തിന്നിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടുപേരും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരാൾക്ക് ചില ദിവസങ്ങൾ ആഴ്ചയിൽ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ചിലവർക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ്, അതുകൊണ്ട് രണ്ടും ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞു. എന്നിട്ട് 1 കൊരിന്ത്യർ 10:31 വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും അത് കർത്താവിനായി ചെയ്യുമെന്ന്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതും ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതും ഒക്കെ ആണ് ഇതിൻ്റെ വിഷയം. നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പ് പോകാനും ടൂറിനും അല്ലെങ്കിൽ കള്ളു കുടിക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ കർത്താവിനെ കുറിച്ച് മഹത്വപ്പെടുത്താൻ നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ഇറ്റ് എന്നുള്ളത് എന്നോട് ചോദിക്കുമ്പോൾ അത് പറയാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഇത് പാഗനാണ്, ഇത് ജാതികളുടെ ഇതാണ്, അതുകൊണ്ട് നമുക്കിത് പറ്റത്തില്ല, അങ്ങനെ വല്ലതും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത് വരും, ബന്ധനം വരും, അതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആഘോഷിക്കാതിരിക്കുക, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആഘോഷിക്കുക. അല്ലാതെ ഇതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ശാപമോ ദൈവകോപമോ ഒരു ബന്ധനമോ നിങ്ങൾക്ക് വരത്തില്ല. അതുകൂടാതെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:18 എഴുതിയിരിക്കുന്നത്, പിന്നെ എന്ത്, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധേയനയായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. അതാ പൗലോസ് പറഞ്ഞത്. അത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ, ചിലപ്പോൾ അഭിനയമായിരിക്കാം, ചിലപ്പോൾ യഥാർത്ഥമായിട്ടായിരിക്കാം, ഏത് വിധേയമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ദേവന്മാരുടെ പേരൊന്നുമല്ലല്ലോ ഇട്ടിരിക്കുന്നത്, ക്രൈസ്റ്റ് മാസ് എന്നല്ലേ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിയൻ എന്ന് മാത്രമല്ല, സർവീസ് എന്നൊരു പേരുണ്ട്, ക്രൈസ്റ്റ് സർവീസ്. യേശുവിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇത് കൂടുന്നതും ആഘോഷിക്കുന്നതും, അല്ലാതെ വേറൊരു ദൈവത്തിൻ്റെ പേരിലല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യം ഇതിൻ്റെ അകത്തില്ല. മറ്റുള്ളവരെ ഇത് നിരുത്സാഹപ്പെടുത്തരുത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചാനലിരുന്നിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് പേരിങ്ങനെ സംശയം കൊണ്ടുപോയി. അത് വലിയ കാര്യമുള്ള കാര്യമല്ല. കാരണം ഇത് ഒരുവിധം എല്ലാവരും പ്രസംഗിക്കുന്നത് സ്പെക്കുലേഷൻസ് പറയും, യഥാർത്ഥമായിട്ടുള്ളൊരു അർത്ഥം കിട്ടിയിട്ടൊന്നുമല്ലല്ലോ. ഇത് അവർക്ക് കിട്ടിയ ഒരാശയം വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, എത്ര ലക്ഷം ഡിനോമിനേഷനാണ് ക്രിസ്ത്യാനികളുള്ളത്, എത്ര ലക്ഷക്കണക്കിന് ഡിനോമിനേഷൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു 10-20 ഡിനോമിനേഷൻ അല്ല, 1,00,000-ൽ കൂടുതൽ ഡിനോമിനേഷൻസ് ഉണ്ട് ക്രിസ്ത്യൻസിൻ്റെ അകത്ത്. ഇവരെല്ലാം കൊണ്ടു നടക്കുന്ന ഒരേ ഒരു ബൈബിളാണ്. പക്ഷേ ഓരോരുത്തർക്ക് കിട്ടിയ ആശയങ്ങൾ, അതാണ് സ്പെക്കുലേഷൻസ് എന്ന് പറയുന്നത്. അവർ ചിന്തിച്ചു ഇതാണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് അവരാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷനാണ് എൻ്റെ ചർച്ച്. അപ്പോൾ ഓരോ ചർച്ചുകളും അവർക്ക് അവരുടേതായ ഒരു വിഷനുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്കത് തോന്നുന്നു തെറ്റാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ അത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിന് നമ്മൾ പോകരുത് എന്നൊരു അഭിപ്രായമേ എനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും യേശു കർത്താവ് ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ, ഡിസംബറിലല്ല. ഏർലി ക്രിസ്ത്യൻസ് അന്ന് ഡെത്താണ് ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്, ജനനമല്ല. പിന്നെ അങ്ങനെ നമ്മളിത് ബാബിലോണിൽ നിന്നോ ഇല്ലെങ്കിൽ ജാതികളുടെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് സൺഡേയും മൺഡേയും ട്യൂസ്ഡേയും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൂടാതെ വെഡ്ഡിങ് റിങ്ങും കല്യാണത്തിൻ്റെ ഓത്തും സോളമനൈസേഷൻ്റെ കാര്യങ്ങളും ഇതൊന്നും നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതിന് ബാക്കിയൊന്നും ആർക്കും ഒരു സംശയവുമില്ല. വീടിൻ്റെ ഡെഡിക്കേഷനിൽ പാല് കാച്ചു നിന്നിട്ട് ആ പാല് അടുപ്പിലേക്ക് ഒഴുകുന്നു, അതൊക്കെ ഹിന്ദുക്കളുടെ ആചാരമാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തു നോക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. വീട് വെക്കുമ്പോൾ വാസ്തു നോക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, വിശ്വാസികളുണ്ട്. അപ്പോൾ അതൊക്കെ ബന്ധനം വരത്തില്ല ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ആർഗ്യുമെൻറ്റിന് പോകരുത്. ഈ ഒരു സീസൺ എല്ലാവരും സന്തോഷത്തോടെ തന്നെ കർത്താവിനെ ഉയർത്തുകയും കർത്താവിനെ പുകഴ്ത്തുകയും ചെയ്യുക. ഈ ഒരു ഈവൻറ്റിൽ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും പ്രത്യേകിച്ച് 2025 ഈ അവസാനത്തെ ദിവസങ്ങളിൽ ദൈവം ഇതുവരെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു 2026 എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.